ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം മന്ത്രം 34. അരനൊടിയാദിയരാണിയാർന്നിടും തേരുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം. അറിവിൽ അനാദിയതായി നടന്നിടും തൻ തിരുവിളയാടൽ ഇതെന്നറിഞ്ഞിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം മന്ത്രം 34. അരനൊടി സമയമാകുന്ന ആദിമമായ അരാളിയോടുകൂടിയ തേർ ചക്രത്തിൽ കയറി ഉരുണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. ധർമ്മിയായിരിക്കുന്ന സത്യമായ അറിവിൽ അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്ന സ്വന്തം തിരുവിളയാടൽ മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് അറിഞ്ഞുകൊള്ളണം. ലോകം നമ്മളിലേക്ക് കടന്നു വരുന്നത് അനുഭവങ്ങളുടെ നുറുങ്ങുകളായാണ്. എത്രയെത്ര ദൃശ്യങ്ങളാണ് മാറി മാറി മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഒരനുഭവം ഉള്ളിലും വെളിയിലും ഒരേപോലെ തങ്ങി നിൽക്കുമ്പോൾ അതിനെ അരനൊടി എന്നും പറയും. എന്നു പറഞ്ഞാൽ വർത്തമാനകാലത്തിൽ മാത്രമേ അനുഭവത്തിന് നിലനിൽപ്പുള്ളൂ. അടുത്ത ക്ഷണം വേറൊരനുഭവം വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ തൊട്ടു മുമ്പുണ്ടായിരുന്ന അനുഭവം ഭൂതകാലത്തിന്റെ ചെപ്പിലേക്ക് പിൻവാങ്ങുന്നു. ഒരനുഭവം വർത്തമാനകാലത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന അനുഭവത്തിന്റെ സാധ്യത തയ്യാറായിരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നിയമം എന്താണെന്ന് ചോദിച്ചാൽ തികച്ചും അജ്ഞേയമായ ഒരു തലത്തിൽ നമ്മുടെ മനസ്സ് ചെന്ന് ഉടക്കി നിൽക്കും. ലോകത്തിന്റെ ഈ ചാക്രികമായ ചലനാത്മകതയെ ഒരു രഥചക്രത്തിനോടാണ് ഗുരു ഉപമിച്ചിരിക്കുന്നത്. ഇവിടെ ലോകത്തെ കാലത്തിൽ നിന്നും ഭിന്നിപ്പിക്കാതെയാണ് ഗുരു പറയുന്നത്. രഥചക്രത്തിന്റെ ആരക്കാലുകളെ കാലത്തിന്റെ മാത്രകളായി എണ്ണുന്നു. ഓരോ ആരക്കാലും ഭൂമിയെ സ്പർശിക്കുമ്പോൾ അതൊരു വർത്തമാന കാലാനുഭവമായി. ആ ആരക്കാൽ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഭൂതകാലമായി. വരാനിരിക്കുന്ന ആരക്കാലുകൾ ഭാവി കാലത്തിന്റെ സൂചനകളാണ്. ഇത്രയും മനോഹരമായ ഒരു ഉപമ വേറെ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. അറിവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രഥചക്ര സമാനമായ തിരച്ചിലിനെ ആത്മാവിന്റെ തിരുവിളയാട്ടമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിന്റെ ഈ നടനോത്സവത്തിൽ നമുക്കും പങ്കുചേർന്ന് നൃത്തമാടാൻ കഴിയണം. നമ്മുടെ കൃത്രിമ ഗൗരവങ്ങളുടെ പൊള്ളത്തരങ്ങൾ അപ്പോൾ തകർന്നു വീഴും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.